ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ മൂന്നാമത്തെ മോള് ഇന്ന് ഒരു യാത്രയപ്പ് ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അവൾ ജർമ്മനിയിലേക്ക് പോവാണേ. അപ്പോൾ ഇന്ന് ചേച്ചി ഞങ്ങളെല്ലാവരും ഒന്ന് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ പാർട്ടി പോലെ പാർട്ടിയില്ല, ഒരു ചെറിയൊരു ആഘോഷം, കുടുംബാംഗങ്ങൾ മാത്രമായിട്ടുള്ള ഒരു ചെറിയൊരു ആഘോഷം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ മൂന്നാമത്തെ ചേച്ചിയുടെ മോളാണ്. മൂത്ത ചേച്ചിയുടെ മോളും കുട്ടിയും പിന്നെ അവളുടെ മോളും എൻ്റെ മൂത്ത മോനും എൻ്റെ രണ്ടാമത്തെ മോൻ ഭയങ്കര ഡാൻസും കളിയിലാണ് കേട്ടോ. ആ ജനലേമ നിന്ന് കളിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ മോനാണ് കേട്ടോ. അവൻ വളരെ ഹാപ്പിയാണ് അവൾ ജർമ്മനിക്ക് പോണതിൽ. ഞങ്ങളെക്കാളും കൂടുതൽ ഹാപ്പി അവനാണ് കേട്ടോ. കാരണം അവന് ട്യൂഷൻ എടുത്തിരുന്നത് അവളായിരുന്നു. അപ്പോൾ അവളെ നിന്ന് കുറേ ചീത്തയൊക്കെ കേൾക്കാറുണ്ട് പഠിക്കാത്തതിനൊക്കെ. ഇനി അങ്ങനെ കേൾക്കണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം അവനുണ്ട് കേട്ടോ. അപ്പോൾ അവനും ഹാപ്പിയാണ്. അപ്പോൾ ഞങ്ങളും വലിയ ഹാപ്പിയാണ്. അവൾ ഇത്ര കഷ്ടപ്പെട്ട് ജർമ്മനിക്ക് പോവാണല്ലോ. അപ്പോൾ അവളുടെ വകയാണ് ഇന്നത്തെ ഡിന്നർ, അവളുടെ പേരിലാണ്. അപ്പോൾ അവളുടെ പേരിൽ ഞങ്ങൾ ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അടിപൊളി ചിക്കനും ബിരിയാണിയൊക്കെ. അപ്പോൾ ഇതെൻ്റെ മൂന്നാമത്തെ ചേച്ചിയുടെ മോനാണ്. അപ്പോൾ അവനോടും ഒന്ന് പറഞ്ഞു, നീ എന്നാടാ പറക്കണേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ അടുത്ത് തന്നെ പറക്കട്ടെ, ഇന്ന് അടുത്ത ബിരിയാണി ഞങ്ങൾക്ക് കിട്ടട്ടെ എന്നും ആശംസിക്കുകയാണ്. അങ്ങനെ അവൾ ഒരു 8:30 ആയപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കോഴിക്കോട്ടേക്കാണ് ഫ്ലൈറ്റ്. കോഴിക്കോട് നിന്നാണ് ഫ്ലൈറ്റ് കയറുന്നത് കേട്ടോ. എറണാകുളം കൊച്ചിയിൽ നിന്ന് കയറാൻ അവിടെ ഭയങ്കര റേറ്റാണ് കേട്ടോ. കോഴിക്കോടിനെ അപേക്ഷിച്ച് കൊച്ചിയിൽ നിന്ന് കയറുമ്പോൾ ടിക്കറ്റിന് ഭയങ്കരമായിട്ട് റേറ്റ് വാല്യൂ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് നിന്നാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവളെ ചെറിയൊരു ആ പ്രാർത്ഥനയിൽ അവളേക്ക് അവളുടെ എല്ലാ ഭാവി സംരംഭങ്ങളും ഭാവിയിൽ ചെയ്യുന്ന പഠിപ്പും ഒക്കെ സൂപ്പറായിട്ട് വരട്ടെ എന്ന് ഒന്ന് പ്രാർത്ഥിച്ച് അവളെ യാത്ര അയക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അവൾ. പിന്നെ ഇതിന് അവളെ ഇത് എത്തിച്ചേരാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ. 10ാം ക്ലാസ് തൊട്ട് തന്നെ അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് പ്ലസ് ടു കഴിഞ്ഞ വഴിക്ക് ജർമ്മൻ ഭാഷ പഠിച്ച് ജർമ്മൻ ഭാഷയിൽ ഓൺലൈനിൽ ക്ലാസ് എടുത്ത് പിന്നെ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോയി. അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഉപയോഗിച്ച് B1 B2 പരീക്ഷകൾ എഴുതാൻ പോയി. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് കഠിനമായി പരിശ്രമിച്ചിട്ടാണ് കേട്ടോ അവളിന്ന് ഈ യാത്രയ്ക്ക് നിൽക്കണത്. അപ്പോൾ അതിന് വേണ്ടി ഫുൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവളുടെ അമ്മയും അപ്പനാണ്. അപ്പോൾ പിന്നെ അവളുടെ ഫാമിലി മെമ്പേഴ്സായ സിസ്റ്റേഴ്സ്, അവളുടെ സിസ്റ്റർ സൂജു, ജാസ്മി, അവരെല്ലാവരും സപ്പോർട്ടിങ്ങും ഒക്കെ കൂടി അവൾക്ക് ഭയങ്കര ഒരു സപ്പോർട്ട് തന്നെയായിരുന്നു കേട്ടോ. കാരണം പ്ലസ് ടു കഴിഞ്ഞ് 2 കൊല്ലത്തോളം ആൾക്കിത് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടു. 1 ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ ഇനി കിട്ടില്ല എന്നുള്ളൊരു തോട്ട് കസിൻസ് അവളുടെയൊക്കെ ഇടയിൽ വന്നു. ഈ പറയണ എനിക്ക് വരെ തോന്നി. അപ്പോൾ അവളോട് നേഴ്സിംഗ് പഠിക്കാൻ വരെ ഇനി കൊല്ലം കളയണ്ട, നേഴ്സിങ്ങിലേക്ക് പോകാൻ വരെ പറഞ്ഞു. പൈസ കെട്ടിയിട്ട് ജർമ്മനിലേക്ക് 10 ലക്ഷം 12 ലക്ഷമൊക്കെ കെട്ടി പോണവരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത്ര പൈസ കെട്ടി പോകാനുള്ള കഴിവും പ്രാപ്തിയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളൊരു സാധാരണക്കാരാണ്. അപ്പോൾ ഇതിന് കഠിനമായി പരിശ്രമിച്ചത് അവളാണ്. അപ്പോൾ കഠിനമായ പരിശ്രമം ഒരിക്കലും തോൽക്കില്ല എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് കേട്ടോ ജിൽസ് മോള്. അപ്പോൾ അവൾക്ക് വേണ്ടി കൂടെ നിന്ന് അവൾക്കത് സാധിക്കുമെന്ന് വിശ്വസിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ നിന്നത് അവളുടെ അപ്പനും അമ്മയും അവളുടെ ഫാമിലി മെമ്പേഴ്സാണ്. അപ്പോൾ അവരും ഈ വിജയത്തിന് ഒരു നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ ജിൽസ മോൾക്കും ഭയങ്കര ബിഗ് സല്യൂട്ടാണ്. ഇങ്ങനെ ഒരു സന്തോഷകരമായ കാര്യം അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും ഈ കഠിന പ്രയത്നം കാരണം കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ചേച്ചിയുടെ മൂത്ത ചേച്ചി സിസ്റ്ററാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഫലമൊക്കെ ആയിട്ട് ഈശോയുടെ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ടും അവൾ ഇന്ന് കോഴിക്കോട്ടേക്ക് ഫ്ലൈറ്റ് കയറാൻ പോവാണ് കേട്ടോ. അങ്ങനെ അവളെല്ലാവരോടും യാത്ര പറയുന്നുണ്ട്. ഇപ്പോൾ ചേച്ചി വിളിച്ചു, ചേച്ചിയോട് യാത്ര പറഞ്ഞു. അപ്പോൾ ഉണ്ണിവാവയും ഒക്കെ ടാറ്റ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി പരിശ്രമിക്കുക. നമ്മുടെ സ്വപ്നം നമ്മുടെ കയ്യിൽ ഉണ്ട്
അതെന്തായാലും പ്രയത്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കയ്യിലെത്തുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും സ്വപ്നം പിന്തുടരാൻ പരിശ്രമിക്കുക, അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുക. അങ്ങനെ അവൾ ഫ്ലൈറ്റ് കയറി ഇവിടുന്ന് കോഴിക്കോട് നിന്ന് ഖത്തർ എയർവേസിലേക്ക് എത്തും. അവിടെ നിന്ന് ബെർലിനിലേക്കാണ് അവൾ ഫ്ലൈറ്റ് കയറുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ ചെന്നിട്ട് അവൾക്ക് ഹാപ്പി ആയിട്ടിരിക്കട്ടെ, സന്തോഷമായിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കും. ബായ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ചിത്രങ്ങൾ അവളുടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി.